മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. സാരമായി പരിക്കേറ്റ ഇരട്ടവാരി അയ്മനത്തിൽ ജോഷിയെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ കാലഘട്ടത്തിലെ ഭീതിയിലാണ് ആനശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം, പന്നി ശല്യം, അതുപോലെ മറ്റു ശല്യങ്ങളൊക്കെ നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് സത്വര പരിഹാരം കണ്ടെത്തിയേ മതി. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്കാണ് സംഭവം. ടാപ്പിംഗിനായി ബൈക്കിൽ പോകുന്നതിനിടെ കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൂടെ ടാപ്പിംഗ് ചെയ്യുന്ന നൌഷാദിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നൌഷാദാണ് ജോഷിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കൈവിരൽ പൊട്ടിയത് ഉൾപ്പെടെയുള്ള പരിക്കുകളുണ്ട്. ഞാൻ കാലത്ത് വെട്ടാൻ പോകുമ്പോൾ ഒരു പന്നി പെട്ടെന്ന് എൻ്റെ മുന്നിൽ ചാടി ബൈക്ക് തട്ടി, അതിൽ ബൈക്ക് മറിഞ്ഞു. അങ്ങനെ പറ്റിയ മുറിയാണ്. സമയം 4 മണി, വെളുപ്പിന് 4 മണി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കാട്ടാനയെ തുരത്തുന്നതിനിടെ വനം വാച്ചർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പരിക്കേറ്റ ഷാജിക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരട്ടവാരിയിൽ താമസിക്കുന്ന ജോഷി ഇന്ന് രാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോൾ പന്നി തട്ടി ഇപ്പം ഏകദേശം സീരിയസ് ആയിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മദർ കെയറിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, മലയോര മേഖല, പ്രത്യേകിച്ച് ഇരട്ടവാരി, കരടിയോട്, അമ്പൽപ്പാറ മേഖലകളിലെ വന്യമൃഗശല്യം കാരണം രാത്രി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന ചവിട്ടി ഒരു യുവാവ് മരണപ്പെട്ടു. അതിനുശേഷം ഇന്നാണെങ്കിൽ ഈ ജോഷിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ച വ്യക്തികളാണ് ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ. അതുകൊണ്ട് ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള സംരക്ഷണം നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണം, ഡിപ്പാർട്ട്മെൻറ്റ് സത്വര നടപടികൾ സ്വീകരിക്കണം. ആവശ്യമുള്ള കോമ്പൻസേഷൻസൊക്കെ ഈ ജോഷിക്കും കുടുംബത്തിനും നൽകണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.